everyone, welcome back to my YouTube channel Such a Foodie. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തട്ടുകട കോളിഫ്ലവർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ ഇലകളൊക്കെ ഒന്നാണ് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് നമ്മളെ കൈ വെച്ചൊന്ന് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ആ കോളിഫ്ലവറൊക്കെ ചെറുതായിട്ട് നമ്മളെ കൈ വെച്ച് തന്നെ ഒന്ന് മുറിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്കൊരു ബോളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേറൊരു ബോൾ എടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആ കോളിഫ്ലവർ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലോട്ട് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും വലിയ ജീരകം പൊടിച്ചതും സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾക്ക് കോൺഫ്ലവർ ഒരു 1/2 കപ്പ് ഇട്ടിട്ട് ലെമൺ സ്ക്യൂസ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണും ഇട്ട് കൊടുക്കാൻ മറക്കരുതേ. ഇനി അത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി കുറച്ച് കളർ പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കുറച്ചൊന്ന് ലൂസാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ കോളിഫ്ലവറൊക്കെ ഒന്ന് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വരണം. ചൂടായതിൻ്റെ ശേഷം മാത്രമേ ഉള്ളൂ നമ്മളതിലോട്ട് കോളിഫ്ലവറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കോളിഫ്ലവർ കുറച്ചൊന്ന് വെന്തു എന്ന് അറിയുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചിട്ട് മറ്റേ സൈഡ് നമ്മൾക്ക് വേവിച്ചെടുക്കാം. ഇനി അതിലോട്ട് ഞാനിവിടെ ഒരു 2 അല്ലി കറിവേപ്പിൻ്റെ ഇലയും 2 പച്ചമുളക് നടുകീറിയതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോഴാണ് ഞാൻ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് മാറ്റിയിട്ട് ഇനി ഒരു ബോളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും എത്രത്തോളം ടേസ്റ്റി ആയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ഗായ്സ് എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.